പള്ളിയോർക്കം ഇതുവരെ കഴിഞ്ഞില്ല. നിന്റെ ഉറക്കം കഴിഞ്ഞില്ലേടി? ഇന്നലെ കൊച്ചിറങ്ങാൻ ലേറ്റ് ആയി, അതുകൊണ്ടാണ് എണ്ണിക്കാൻ താമസിച്ചേ. പിള്ളേരെ നേരത്തെ കിടത്തി ഉറക്കണം, അല്ല പിള്ളേരെ ഇഷ്ടം പോലെ അല്ല കിടത്തേണ്ടത്. അല്ലമ്മ, ഇന്ന് സ്കൂളില്ലല്ലോ. നീ വലിയ ന്യായീകരിക്കാനൊന്നും നിൽക്കണ്ട. സ്കൂളില്ലല്ലോ എന്നാ ഇവിടുത്തെ പണിയൊക്കെ തീരണ്ടേ? അമ്മ, ഞാൻ ഇന്നലെ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടല്ലേ കിടന്നത്, അതങ്ങ് ചുട്ടാ പോരെ. നീ എന്നെ ഒത്തിരി അടുക്കള പണിയൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. നീ ഒന്ന് അടുക്കളയിലോട്ട് വാ. അവിടെ ന്യായം പറിച്ചില്ലേ പണിയാ കള്ളി. അമ്മ മാറിക്കോ, ഞാൻ ചെയ്തോളാം. കുളിക്കാനോടി വന്നത്? അതങ്ങനെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചുവിട്ടാലല്ലേ അതൊക്കെ അറിയത്തുള്ളൂ. എന്തുവാ അമ്മ ഇത്? എത്ര നാളായിട്ട് ഞാനിവിടെ ജീവിക്കുന്നതാ. നിങ്ങളുടെ എല്ലാ ഇഷ്ടത്തിനല്ല ഞാനിവിടെ ഓരോന്ന് ചെയ്യുന്നത്. എന്നിട്ട് തന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? തുടങ്ങി അവിടെ സഹതാപം പറിച്ചില്ലേ. നീ ആ ചൂലെടുത്ത് മുറ്റടിക്കടി. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുറ്റം അടിച്ചില്ലേ? അപ്പം മാള എണ്ണിച്ചില്ലേ? അവള് ഇന്നലെ സിനിമ കണ്ടിട്ട് ലൈറ്റായിട്ടാണ് കിടന്നത്. അവിടെ വിളിക്കാൻ പോകണ്ട. സ്വന്തം മോള് ഉച്ച വരെ കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല. ഞാൻ അരമണിക്കൂർ താമസിച്ച അപ്പൊ തുടങ്ങും ചൊറിച്ചില്ല. അമ്മേ, ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ച് വെച്ചേക്കാവോ? അവൾ എണ്ണിക്കുമ്പോ പാല് കിട്ടില്ലെങ്കിൽ അപ്പം വഴക്ക് തുടങ്ങും. അയ്യോ, അത് ഞാൻ നിന്നോട് പറയാൻ വേണ്ടിയിട്ടിരിക്കുമായിരുന്നു. പിള്ളേർക്ക് 2 നേരം പാലൊന്നും കൊടുക്കണ്ട, 1 നേരം കൊടുത്താൽ മതി. പാലിനൊക്കെ ഇപ്പൊ എന്നാ വില. നമ്മൾ പെണ്ണുങ്ങൾ വേണം ചിലവ് ചുരുക്കി ജീവിക്കാൻ. എന്തോ അമ്മ ഇത്? ചേട്ടനവിടെ പോയി കഷ്ടപ്പെടുന്ന പിള്ളേർക്ക് വേണ്ടിട്ടൂടല്ലേ? അപ്പൊ അമ്മ ഇങ്ങനെയൊക്കെ പറയാമോ? നീ അതെനിക്ക് മനസ്സിലാക്കി തരുമൊന്നും വേണ്ട. അവള് മാത്രമേ കൊച്ചിനെ വളർത്തുന്നു, വേറെ ആർക്കും പിള്ളേരില്ലാത്ത പോലെ. രാവിലെ തുടങ്ങിയോ രണ്ടുപേരും? മനുഷ്യന്റെ ഉള്ള ഉറക്കം കളഞ്ഞ്. ഞാനല്ല, നിന്റെ അമ്മയാ രാവിലെ ഓരോന്നും പറഞ്ഞു തുടങ്ങുന്നത്. നീ അങ്ങോട്ട് ചോദിക്കും. ഞാനാണോടി ഇവിടുത്തെ പ്രശ്നക്കാരി? നീ എന്ന് ഈ വീട്ടിൽ വന്ന് കയറിയോ അന്ന് തുടങ്ങിയ ഇവിടുത്തെ പ്രശ്നം. പറഞ്ഞിട്ട് പോന്ന കണ്ടോ? ഞാൻ എന്തോ ചെയ്തിട്ടാ? ചേച്ചി എന്തിനാ ഈ വീട്ടിൽ ഓരോരോ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാനും അമ്മയെ നോക്കിക്കേ, എന്തായാലും പ്രശ്നമുണ്ടോ? ഇല്ല. ചേച്ചി ഇതൊക്കെ കണ്ടറിഞ്ഞങ്ങ് നിന്നാ പോരെ. നീ എന്ത് കണ്ടിട്ടായി പറയുന്നേ? ഞാൻ എന്ത് പ്രശ്നമായി വീട്ടിലുണ്ടാക്കിയത്? പ്രശ്നം എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ അമ്മയോട് ആരും ഈ വീട്ടിൽ അങ്ങനെ എതിർത്ത് പറയാറില്ല. ചേച്ചി പോയൊരു സോറി അങ്ങ് പറഞ്ഞേക്ക്. സോറി പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എല്ലാവരും എന്നെ കുറ്റക്കാരിയാക്കുക. എന്റെ ജീവിതം ഞാൻ ഇവിടെ കളയുന്നത്. ഇതിന്റെ പേരിന്റെ ജോലി കൂടെ ഞാൻ കളഞ്ഞിട്ട് വന്നത്. പിന്നെ ഒരു ജോലിയാണ് ഇത്ര വലിയ കാര്യം. നിനക്ക് ഇപ്പൊ അത് പറഞ്ഞാൽ മനസ്സിലാകില്ല. നീ അവസ്ഥയിലെത്തട്ടെ, അപ്പൊ നിനക്ക് മനസ്സിലായിക്കോളൂ. ഓ ശരി മാഡം. എന്നാ അമ്മേ, രാവിലെ ഭദ്രകാളി തുള്ളലാണോ? എന്റെ മോളെ രാവിലെ ഒന്ന് എഴുന്നേക്കാൻ പറയാനായി കിടന്ന് ഈ തുള്ളുന്നേ. ഫോൺ എടുത്തോണ്ട് പോയിട്ടുണ്ട്. ചേട്ടനെ വിളിച്ച് പറയാനായിരിക്കും. അതെങ്ങനെയാണല്ലോ, ഇവിടെ എന്നാ നടന്നാലും അപ്പോഴേ വിളിച്ചു പറയുമല്ലോ, അവന്റെ സമാധാനം കളയാനായിട്ട്. അതെന്തേലും ആട്ടെ. അമ്മേ, എന്നെ ഒന്ന് കഴിക്കാൻ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ ആ ടേബിളിൽ പോയിരിക്കേ, ഞാൻ പാലെടുത്തോണ്ട് അങ്ങോട്ട് വരാം. ഞാൻ മടുത്ത ഏട്ടാ, എന്ത് ചെയ്താലും കുറ്റം. ഇത്രയൊക്കെ സഹിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? കൊച്ചിന് കൊടുക്കുന്ന പാലിന് വരെ അമ്മ കണക്ക് പറയുന്നത്. നിങ്ങളും എന്നോട് ഇത് തന്നെയാണോ പറയുന്നേ? എന്റെ സൈഡിൽ നിൽക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല, എന്നാലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാമല്ലോ. മോളെ മരുമോളെ രണ്ടായിട്ട് കാണുന്ന എത്ര വലിയ സങ്കടമാണെന്ന് അറിയാവോ? ശരി വെച്ചോ, എനിക്കൊരു പരാതിയില്ല, പരിഭവവും ഇല്ല. ഞാൻ ആത്മഹത്യ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ചെയ്ത എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയാം. ശരി എന്നാ. എന്താണ് രാവിലെ അമ്മ കടന്നല് കുത്തിയോ മുഖത്ത്? എന്റെ അമ്മ കടന്നലാണോ മൂർഖനാണോ നിനക്കല്ലേ അറിയത്തുള്ളൂ. ഇവിടെ കിടന്ന് തല്ലുകൂടാതെ ഒരു വിസ എടുത്ത് ചേട്ടനെടുത്ത് പോകാൻ പറ്റും. വിസ ഓഫീസിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് വിസ അടിച്ച് കിട്ടും, പക്ഷെ ഈ വീട്ടിൽ നിന്ന് വിസ അടിച്ച് കിട്ടാനാ പാട്. ചേച്ചിയുടെ സ്വന്തം വീട് പോലെ ഇതും കാണുവാണെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവുമോ? എനിക്ക് എന്റെ സ്വന്തം വീട്ടിൽ കിട്ടുന്ന സമാധാനം സ്വാതന്ത്ര്യം ഒക്കെ ഇവിടെയും കിട്ടിയാലല്ലേ എനിക്ക് ഇതും സ്വന്തം വീട് പോലെ കാണാൻ പറ്റത്തുള്ളൂ. ഈ വീട്ടിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം അമ്മയോട് ചോദിക്കണം. ഒരു പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ പോലും അമ്മയോട് ചോദിക്കണം. ഒരു സമാധാനത്തിന് ചേട്ടനെ വിളിക്കുമ്പോൾ ചേട്ടൻ പറയാം, അവർ പ്രായമായവരല്ലേ, നീ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് മാത്രമേ ഉള്ളൂ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ. ചേച്ചി പറയുന്നതിൽ കാര്യമൊക്കെ ഉണ്ട്. എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചേട്ടൻ്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അമ്മ വിളിച്ചിട്ട് ചേച്ചിയുടെ കുറ്റം പറയും, ചേച്ചി വിളിച്ചിട്ട് അമ്മയുടെ കുറ്റം പറയും. ചേട്ടൻ 6 സൈഡിൽ നിൽക്കും. ചേച്ചിയുടെ സൈഡിൽ നിന്നാൽ അമ്മ പറയും പെങ്കോന്തനാന്ന് പറയും, അമ്മയുടെ സൈഡിൽ നിന്നാൽ ചേച്ചി പറയും അമ്മയുടെ മോനാന്ന് പറയും. ഇതൊന്നും ആരോടും പറയാതെ മനസ്സിലിട്ടുകൊണ്ട് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ ജീവിക്കുന്ന ചേട്ടനെ പോലുള്ള ആണുങ്ങളുടെ ജീവിതത്തെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എടാ, പക്ഷേ ആണുങ്ങൾക്ക് അവരുടെ വിഷമമൊക്കെ മറക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ വീടിനകത്തിരിക്കുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥയോ? ഞങ്ങൾ ഈ വേദനയൊക്കെ സഹിച്ച് ഈ വീടിനകത്ത് ജീവിച്ചു തീർക്കുമല്ലേ. എല്ലാവരും അങ്ങനെയാണെന്നും ഞാൻ പറയത്തില്ല, പക്ഷെ ആരോടും പറയാതെ അതൊക്കെ സഹിച്ച് ജീവിക്കുന്ന എത്ര പേരുണ്ട്. എടാ, എല്ലാ പെണ്ണുങ്ങൾക്ക് 2 കഥയുണ്ട് പറയാൻ. ഒന്ന് അവർ ജീവിക്കുന്ന കഥയും, ഒന്ന് അവർ ജീവിക്കാൻ ആഗ്രഹിച്ച കഥയും.